കണ്ടാ മയില് മയില് മയിലെണ്ണ മയിലെണ്ണ മയിലെണ്ണ. ഇവിടെ ഇതെല്ലാം എന്താ ഇത്? മയിലിനൊന്നും ഒരു വിലയുമില്ല ഇവിടെ ഒന്നും. ഹലോ, നമുക്കിന്ന് ഉച്ച കഴിഞ്ഞ് ലേറ്റായി. ജസ്റ്റ് എങ്ങോട്ടാണെന്ന് അറിയില്ല. നെല്ലിയാമ്പതി പോക്ക് ആണ് പ്ലാൻ. പക്ഷേങ്കിൽ അവിടെ 5 മണിക്ക് ക്ലോസിംഗ് ആണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇന്ന് വലിയ ചൂടില്ലാന്ന് തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ ജാക്കറ്റ് ഇടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചൂടടിക്കാത്തത്. ആസ് യൂഷ്വൽ നല്ല ബ്ലോക്ക്. ഈ ലെഫ്റ്റ് എടുത്ത് പോകാം. ചൂടുണ്ട് കേട്ടോ. നേരത്തെ വെറുതെ പറഞ്ഞ ചൂടുണ്ട്. അതിറങ്ങിയ അവിടെ ഇല്ല, ചൂടില്ലാത്ത പോലെ തോന്നിയ നല്ല ചൂടുണ്ട്. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് തോന്നുന്നു വണ്ടീൻ്റെ. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്, ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരും സർവീസ് സെൻ്ററിൽ നിന്നൊക്കെ പവർ അടിച്ചാൽ മതി എന്നേനും പറഞ്ഞു, പെട്രോൾ. പിന്നെ ഈ E20 റോൺ വാല്യൂ നോക്കിയപ്പം പവറിലും മറ്റേ നോർമൽ പെട്രോളിലൊക്കെ 20% എത്തനോൾ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അതിനെ വെറുതെ എക്സ്ട്രാ പൈസ സ്പെൻഡ് ചെയ്യുന്ന പവർ അടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നോർമൽ അടിച്ചു തുടങ്ങിയിട്ടൊരു ഇപ്പോൾ ഒരു 4 മാസമായിട്ടേ ഉള്ളൂ. ലോ എൻഡിൽ വണ്ടി മിസ്സിങ് ഉണ്ട് ചില സമയത്ത് കേട്ടോ. അത് മേ ബി ചിലപ്പോൾ ഒന്ന് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്താൽ ശരിയാവുമെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്ത തേർഡ് സർവീസിന് സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത് KTM പോയപ്പോൾ. അപ്പോൾ ഇനി മുതൽ ഞാൻ എന്തായാലും പവർ മാത്രമേ അടിക്കുകയുള്ളൂ. ആലുവ കഴിഞ്ഞ് എയർപോർട്ട് അത്താണി എന്ന് പേര്, അത്താണി എത്താനായി. നെല്ലിയാമ്പതി ഞാൻ ഏകദേശം ഒരു ലാസ്റ്റ് കാറ് എടുത്താവേ നെല്ലിയാമ്പതിയിൽ. നെയ്സിന് സ്ഥലം വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാണ്ട് പോയതാ, പക്ഷെ അടിപൊളിയായിരുന്നു. ആ ടൈം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഏപ്രിൽ മാർച്ച് അങ്ങനത്തെ സമയമൊന്നും അല്ലായിരുന്നു പോയത്. അത് ഒരു മഴ കഴിഞ്ഞിട്ടൊരു ടൈമില്ല, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്തായിരുന്നു പോയത്, കഴിഞ്ഞല്ലോ. ഞാൻ നേരത്തെ ആ പവർ പെട്രോളിന്റെ കേസ് പറഞ്ഞില്ല, അത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയണേ. 390 KTMന്റെ 390 ആ സീരീസിലുള്ള വണ്ടിയൊക്കെ ഏത് ഫ്യൂവലാണ് ബെറ്റർ എന്നല്ല, പവർ പെട്രോൾ ആണോ അല്ലെങ്കിൽ റെഗുലർ അടിച്ചാൽ മതിയോ? എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ചോദിക്കുന്ന പല ആൾക്കാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പം അറിയുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യും. ഇതിപ്പോ രണ്ടാമത് വോയിസ് ഓവറിൽ രണ്ടാമത്തെ വ്ളോഗല്ലേ. ഞാൻ എന്നെ പറ്റി ചെറിയൊരു ബ്രീഫ് തരാം. ജോലി എന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ജോലി. പ്രൊഫഷൻ എന്താന്ന് വെച്ചാൽ ഞാനൊരു BCom ഫസ്റ്റ് ക്ലാസ് ആണ്, പേരിന് മാത്രം. പിന്നെ ഒരുപാട് ഫീൽഡിൽ ജോലി ചെയ്തിട്ടുണ്ട്. സെയിൽസിലാണ് കൂടുതലും ജോലി ചെയ്തത്. ഇപ്പോഴും സെയിൽസ് തന്നെയാണ്. അത് ഏത് കമ്പനിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ല, നമ്മുടെ ഈ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു കമ്പനി തന്നെ ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ എറണാകുളത്ത് വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം വന്നേ ഉള്ളൂ. എൻ്റെ ശരിക്കും സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് കല്യാണം കഴിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ വൈഫ്. വ്ളോഗ് ചെയ്യണമെന്ന് ഒരുപാട് കാലമായി. ഇതിൻ്റെ മുമ്പുള്ള ഒരു ഡൊമിനാർ ആയിരുന്നുള്ളത്. അത് ആ ടൈമിലും വ്ളോഗ് കാര്യങ്ങളൊന്നും ആയിട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് മൊബൈലിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുക, കുറച്ച് റീൽസ് എടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ചുകൂടി ഹാർഡ് കോർ ആയിട്ട് റൈഡ് ചെയ്യണം, ഒരു ഓൾ ഇന്ത്യ ഒക്കെ അടിക്കണം.
ആ ഒരു മൈൻഡിലാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. ഈ വണ്ടി എടുക്കുന്നതിലും ഒരു വലിയൊരു കഥയാണ്. ഈ വണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ 390 വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ ആധാക്കാർ മോഡൽ വണ്ടി, ഫ്രണ്ടിൽ ബീക്കൊക്കെ വരുന്നത്, അത് എനിക്ക് ഓടിച്ചിട്ട് വണ്ടി ഇഷ്ടപ്പെട്ട്. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് പറയുന്നത് എന്താണെന്ന് നോക്കണം. എസ്പെഷ്യലി ഭാര്യ, കല്യാണം കഴിച്ചാണെങ്കിൽ ഭാര്യ പറയുന്നത് എന്തായാലും നോക്കണം. ചുട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. ഈ KSRTC കാറ് ലൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? വീഡിയോ ഗെയിമാ. ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നൊന്നും ആയിരിക്കും പറയാൻ അധികാരമില്ല. പക്ഷെ ലൈൻ ചേഞ്ച് ചെയ്യുന്നതിനുള്ള മിനിമം മര്യാദയാണ് ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് ലൈൻ ചേഞ്ച് ചെയ്യുക. ഈ കാഷ്വൽ ഇട്ട് റൈഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല കേട്ടോ. ഈ ഇതേപോലുള്ള ഹൈവേയിൽ നല്ലോണം ടയേർഡാകുന്നുണ്ട്, വിൻഡ് നന്നായിട്ട് കിട്ടിയിട്ട്. ജാക്കറ്റ് ഇട്ടിട്ട് ഒരു 120 പോകുമ്പോൾ അറിയുമല്ലോ, പക്ഷെ ഇത് അറിയുന്നുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് പിടിച്ചിരിക്കേണ്ടി വരുന്നുണ്ട് ഹാൻഡിലിനെ കൊണ്ട്. എയറോ ഡൈനാമിക്സ് ഫൈനലി നമ്മൾ പാലക്കാട് ജില്ല എൻട്രി ചെയ്തു എന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. ഈ ഹെൽമെറ്റ് ഇല്ലേ, ഈ ഹെൽമെറ്റ്, ഈ കാണുന്ന ഹെൽമെറ്റ് ഞാൻ ആർക്കും ജന്മത്തിന് സജസ്റ്റ് ചെയ്യില്ല. ഈ ഹെൽമെറ്റ് സിറ്റി യൂസിനൊക്കെ. ഹൈവേയിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, ഇയർ പ്ലഗ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇയർ ഡ്രം അടിച്ചു പോകും. അമ്മാതിരി വിൻഡോയ്സാണ്, ഒരു രക്ഷയില്ല. ഈ വീഡിയോയില് എന്തെങ്കിലും വിൻഡിന്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഐ ആം സോറി ഫോർ ദാറ്റ്. നമ്മൾ ഇതുവരെ ബ്രേക്ക് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 70 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ട്. ഈ ലെഫ്റ്റ് ആണല്ലോ കാണുന്നത്. ഏതായാലും പെട്രോൾ അടിച്ചിട്ട് പോവാം. പത്ത് ലിറ്റർ പവർ, 10 ലിറ്റർ. ഓക്കെ. ഇതിപ്പോ ജൂണത്തെ ഒരു കൊല്ലായി. നല്ല കമ്പനിയുള്ള ആൾക്കാർ പെട്രോൾ പമ്പിൽ. ഹൈഡ്രേഷൻ ബാഗ് കണ്ടിട്ട് ഇതെന്താ കഴുത്തിലൊരു പാമ്പിനെ പോലെ ഒരു സാധനം. ഞാൻ പറഞ്ഞത് വെള്ളം കുടിക്കാൻ ഇരിക്കുന്നവര്. നമ്മള് ഇതേപോലെ റൈഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് റിമോട്ട് ഏരിയയിൽ, റിമോട്ട് മീൻസ് ഗ്രാമപ്രദേശങ്ങൾ, ഈ സിറ്റി ആയിട്ട് അധികം കണക്ഷൻ ഇല്ലാത്ത ഏരിയ, ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും അത്. എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആണല്ലോ പ്രോപ്പറായിട്ട് ഇത് ഷൂട്ട് ചെയ്യുന്നത്.
കുറച്ച് സമയം എണീറ്റ് ഒന്ന് ഓടിക്കുക. പാലക്കാട് കുറച്ച് ചൂട് കൂടുതലാണെങ്കിലും ആൾക്കാരൊക്കെ നൈസാൻ പോകും. പിന്നെ തമിഴ്നാടുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ, അപ്പം നമ്മുടെ കേരളം ആൻഡ് തമിഴ്നാട് മിക്സ് ഒരു ക്ലൈമറ്റും ടെറൈനും ഒക്കെയാണെന്നാ തോന്നുന്നു. താണിപ്പാട് ഇത് നോക്കിയ അവസ്ഥ 1 2 3. ഇയാള് കിടന്ന് ഹോണടിച്ചാൽ ഇവരൊക്കെ അങ്ങ് മാറിക്കൊടുക്കുമായിരിക്കും. അടിപൊളി വ്യൂ അല്ലേ ഇത്? ഈ ബ്രിഡ്ജും ബേക്കിൽ മലകളും. ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പൊ ശരിക്കും എന്താ ഫീൽ ചെയ്യുന്ന പറയാ, നമ്മളൊരു അടച്ചിട്ടൊരു റൂമിൽ നിന്ന് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ പോലെ അത്രയും ഒരു വ്യൂവും ഒരു വിസിബിലിറ്റി, ഒരു ഭയങ്കരമായിട്ടൊരു വിശാലത ഫീൽ ചെയ്യുന്നു. ഫൈനലി കുതിരാണ്ടാണല്ലോ എത്തിട്ടാ. അപ്പൊ കുതിരാൻ ടണലിന്റെ മലയാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. ഈ നെല്ലിയമ്പതിന്റെ കാര്യത്തിലേ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, കാരണം അത് ക്ലോസ് ചെയ്ത് പോകുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പമ്പിൽ കയറിയില്ല നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല അത് ക്ലോസ് ചെയ്യുന്നില്ല, അത് മാപ്പിൽ കാണിക്കുന്നത് നോക്കണ്ട, ക്ലോസ് ചെയ്യുന്നില്ല. ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചിലയിൽ വന്ന വൃത്തിയാകും. ഇവരെന്തിനാണോ ഈ ഇടക്കിടക്ക് ഈ സർവീസ് റോഡിന് വേണ്ടിയിട്ട് കയറാൻ പറയുന്ന മനസ്സിലാവാത്ത. ഏതായാലും മാപ്പ് പറയുന്നവർ പോയി നോക്കാം. മറ്റത് 6 minutes സ്ലോ എന്ന് കാണുന്നുണ്ട്, റിസ്ക് എടുക്കുന്നത്. ഗ്രാമം പള്ളടം പൊള്ളാച്ചി റോഡാ. ഈ റോഡാണ് പൊള്ളാച്ചിക്ക് പോകുന്നത്. പക്ഷെ ഞാൻ തമിഴ്നാട് മറ്റേ ഈ റൂട്ടല്ലല്ലോ പോയത്. ചിലപ്പോ ഈ റൂട്ട് പോയത് എത്തുമായിരിക്കും. സത്യം പറയല്ലോ, എനിക്ക് ഈ 6 വരി പാതേനേക്കാളും എനിക്കിഷ്ടം ഇതേപോലത്തെ കൺട്രി സൈഡ്, ഈ നാട്ടിൻ പുറത്തേക്കുള്ള ഇതേപോലത്തെ റോഡില്ലേ. എന്നുവെച്ചാൽ കുണ്ടും കുയ്യുള്ള റോഡല്ല കേട്ടോ, ഇതേപോലത്തെ നല്ല റോഡില്ലേ, അത്യാവശ്യം വളവും തിരിവും. അവിടെയാണ് ശരിക്കും ഈ മോട്ടോർ സൈക്ലിങ്ങിൻ്റെ ആ ഒരു ഹരം നമുക്ക് കിട്ടുന്നത്. മറ്റത് വെറുതെ 200 രൂപ പോരെ, മറ്റത് മോശമല്ല കേട്ടോ. കാറിന് പോകുമ്പോൾ നേരെ തിരിച്ചു. ഇതേപോലത്തെ റോഡാകുമ്പോൾ വട്ട് പിടിക്കും, സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ച് ഗിയർ മാറി. ശരിക്കില്ലേ ഒരു തമിഴ്നാട് വൈബ് അടിച്ചു തുടങ്ങി. ഇവിടുത്തെ വീടും പിന്നെ പോരാണ്ട് കുറെ തമിഴ്നാട് സ്റ്റേറ്റ് ബസ്സുണ്ട്.
ടാറിങ് റോഡ്. രണ്ട് വഴി കാണുന്നുണ്ട്. ഒന്ന് കുറച്ച് സീനാന്ന് തോന്നുന്നു. ആ റോഡ് റിസ്ക് എടുക്കണോ? ഏത് സ്ഥലം? മുടപ്പല്ലൂർ. ഈ റോഡ് എടുക്കുക. മംഗലം ഡാം എന്ന് പറഞ്ഞൊരു ഡാമില്ലേ, ആ ഡാമിന്റെ വഴിയാന്ന് തോന്നുന്നു ഈ റോഡ് പോകുന്നത്. എന്നാ പിന്നെ പോയിട്ടില്ല ബാക്കി കാര്യം. ന്യൂ ഹ്യുണ്ടായി വെന്യൂ. ഇവിടുന്ന് എങ്ങോട്ടോ ലെഫ്റ്റ്. പറച്ചോണ്ട് ഇതേതാ വഴി? വീട്ടിലേക്കാറ്റോ? ഗൂഗിൾ മാപ്പ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാം. ട്രൈ ചെയ്തിട്ടുണ്ടോ? പറമ്പും വയലും ഉണങ്ങിപ്പോയി. വയൽ പക്ഷേ സമയം ഉണ്ടെങ്കിൽ നിർത്തി ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയമില്ല. ഇരുടായി പോയി കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യാനാ? പെട്രോൾ അടിച്ച് വന്നേക്ക്. ആൾക്കാരിൽ ഇവന് ഏതാ എന്നുള്ള നോട്ട രീതിയിലാണ് നോക്കുന്നത് തന്നെ. മാറടാ പോയി. ഇതെന്തിനാണ്? എന്ത് കഷ്ടം നോക്കണം കേട്ടോ. ഇത് നേരെ ഹൈവേ കൂടി പോകുന്ന എന്നെ പിടിച്ച് ഇതിലേ കൂടി കറക്കിയിട്ട് നാടല്ലൊന്ന് കാണിച്ചു വന്നിട്ട് എനിക്ക് പിന്നെ തിരിച്ച് ഹൈവേ കയറിക്കൊന്ന്. ഇതെന്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നു ഗൂഗിൾ മാപ്പ്. ബ്ലഡി ഗൂഗിൾ മാപ്പ് അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റൈറ്റ് പോകണമെന്ന്. ഇത് പിന്നെ എന്നെ പറ്റിക്കാനായിരിക്കുമല്ലേ. നല്ല കിടിലൻ സീനറി വന്നിട്ടോ. കിടിലൻ മീൻസ് കുറച്ച് വരണ്ട് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ചില സ്ഥലത്ത് നല്ല ഫോറസ്റ്റ് പോലത്തെ സ്ഥലം, പിന്നെ അപ്പം തന്നെ കാട്. കാടല്ല, നാട്. എൻ്റെ സങ്കല്പങ്ങൾ മൊത്തം തെറ്റിയല്ലോ കുറച്ചുകൂടെ. ഞാൻ വിചാരിച്ച കുറച്ച് കാപ്പിത്തോട്ടോ തേയിലത്തോട്ടോ എല്ലാം ആയിട്ടുള്ള സ്ഥലമായിരിക്കും. ഇത് മൊത്തം ടൗണും കാര്യങ്ങളും തന്നെയാണല്ലോ ഉള്ളു. 9 കിലോമീറ്റർ ഉള്ളു. ഇതാണ് നെന്മാറ. നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടില്ല. നെന്മാറ ടൗണായത്. നെന്മാറ ടൗണിൽ നിന്ന് നമുക്ക് റൈറ്റ് പോകാനാണ് കാണുന്നത്. 8.4 കിലോമീറ്ററും കൂടി 5:18 ടൗൺ ആണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടൗൺ ആണ്. നോ എൻട്രി ആണല്ലോ. പിന്നെ എവിടുന്ന റേറ്റ്? അപ്പുറത്തുനിന്നായിരിക്കും. ശരിക്കും ഇതൊക്കെ ഒരു തമിഴ്നാട് വൈബുണ്ട് ഈ സ്ഥലമൊക്കെ. പക്ഷെ 5 മണി കഴിഞ്ഞ് എന്നിട്ടും ഈ ചൂട് കുറയാത്ത എന്താണെന്നോ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പട്ടിയില്ലേ, പട്ടി വട്ടം ചാടും. ഓ സീൻ. പോലീസ് സ്ഥലം ഫ്രണ്ടിൽ കാണുന്നുണ്ട്. നിൽക്കുന്ന നിപ്പ് കണ്ട മാപ്പ് ഇവിടെ വരെ കേട്ടുള്ളൂ. ഇതെന്താ സംഭവം? മാപ്പ് കഴിഞ്ഞ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിക്കാത്ത വഴി കൂടിയാണോ ഇനി പോകേണ്ടത്? അപ്പോൾ ഇവിടെ കുറെ ടൂറിസ്റ്റുകളുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ. ഐ ആം നോട്ട് സ്റ്റോപ്പിംഗ്. അധികം ചോറൊക്കെ ഉണ്ടോ? ക്ലോസ് ആണോ? 5 മണി വരെയാണോ? 3 ജസ്റ്റ് ഒന്ന് മേലെ പോയിട്ട് വരാൻ പറ്റുമോ? പണി നൈസായിട്ട് പോകാം. 3 മണി വരെ ഉള്ളൂ. ഒരു കാര്യം ഏതായാലും പറഞ്ഞില്ല.
ആരും പോവാത്ത ഏതെങ്കിലും വഴിയല്ലുണ്ടോ? നമുക്ക് അങ്ങോട്ടെല്ലാം കയറിയിട്ട് പോകാം. അമ്പൽ അമ്പൽ ഉന്നകയോ മൗബൽ മൗബൽ. എന്തായിരുന്നു പട്ടിഷോ? പറക്കല്ലേ ചെയ്ത ഇവിടുന്ന്. അങ്ങനെ പടക്ക കമ്പനി കൂതാ ഹവ. ഏതായാലും നനഞ്ഞ് ഇങ്ങനെ കുളിച്ച് രണ്ട് കിടിലൻ സെറ്റപ്പ് കാണിച്ചു തരാം. ഒരാണും ഒരു പെണ്ണും വന്നു തോന്നുന്നു. പറക്ക് 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 വൈ വൈ. കണ്ടാ മയില് മയില് മയിലെണ്ണ മയിലെണ്ണ മയിലെണ്ണ. ചെക്ക് പോസ്റ്റ് അടച്ച വിഷമത്തിലാണ് നമ്മൾ ചേരാ പാരാത്തുണ്ടല്ലോ. എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു ഇതന്നെ എന്താ ഇത്? മയിലിനൊന്നൊരു വിലയില്ല ഇവിടെ ഒന്നും. കൊള്ളാലോ പരിപാടി. കുഗ്രാമാട്ടോ ഇത്. ചെക്ക് പോസ്റ്റ് തുറന്നെങ്കിലെങ്കിൽ എന്താ നല്ല നൈസ് സംഗതികളെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ഈ റോഡിൽ ഏതറ്റം വരെ പോകുന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഏതോ വഴി കേട്ടോ. ഗേറ്റ് ഓഫ് ആരം കയറി നാട്ടുകാരെ പിടിച്ച് വഞ്ഞിക്കിടുമെന്ന് അറിയില്ല. കൊള്ളാം കൊള്ളാം. ആദ്യം ഒന്ന് താഴെ പോയിട്ട് വരാം. എന്താ താഴെ നോക്കാം. എന്തെല്ലാം കരിഞ്ഞിരിക്കുന്നു. ഇത് ജസ്റ്റ് ഒരു സൺഡേ റൈഡായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. നമ്മൾ ഇറങ്ങാൻ ലേറ്റായി പോയില്ലേ, അതാണ് എല്ലാത്തിനും കാരണമായത്. വ്യൂ അങ്ങനെ വലിയ ഗുണമുള്ള വ്യൂ ഒന്നുമല്ല, എന്നാലും തമ്മിൽ ഭേദം തമ്മിൽ. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ഇത് ഞാൻ കണ്ടുപിടിച്ച ഏരിയ. ചെക്ക് പോസ്റ്റ് അടുത്ത് പിന്നെ എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒന്ന് സൺഡേ വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ഇറങ്ങിയതാ. നെല്ലിയാമ്പതി ആണെങ്കിൽ 120 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അത്രയും ദൂരം വന്നിട്ട് ചെക്ക് പോസ്റ്റ് ക്ലോസ് ആയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, കിട്ടുന്ന സിറ്റുവേഷൻ ഫണ്ണാക്കും, അത്രയല്ലേ. കുറേ ഇതേപോലത്തെ പറമ്പിലും പാടത്തും
പിന്നെ കുറച്ച് ട്രയൽസ് പോലത്തെ ഈ കരൾ മണ്ണ് പോലത്തെ സ്ഥലത്തൊക്കെ ഒന്ന് എടുത്ത് പെരുമാറി. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. ഓക്കെ, ബൈ, സൈനിങ് ഓഫ്.